നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ബാങ്കിംഗ് മേഖലയെ ഞെട്ടിച്ചുകൊണ്ട് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് സിഇഒ ഋഷി ഗുപ്ത അറസ്റ്റിലായിരിക്കുകയാണ്. GST നിയമങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ടാക്സ് അധികൃതർ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. 2026 ഫെബ്രുവരി 27 നടന്ന ഈ ഒരു അപ്രതീക്ഷിത നീക്കം ഇൻവെസ്റ്റർമാർക്കിടയിലും ബാങ്കിംഗ് പ്രൊഫഷണലുകൾക്കിടയിലും വലിയ ചർച്ചയാവുകയാണ്. എന്താണ് ഈ അറസ്റ്റിന് പിന്നിലെ യഥാർത്ഥ കാരണം? CGST, SGST നിയമങ്ങളിലെ സെക്ഷൻ 132(1)(a), 132(1)(i) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടിയെടുത്തിരിക്കുന്നത്. എന്നാൽ ഫിനോ ബാങ്ക് നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഈ അന്വേഷണം ബാങ്കിന്റെ GST കൃത്യതയെക്കുറിച്ചുള്ള മറിച്ച് ബാങ്കിന്റെ ചില ബിസിനസ് പങ്കാളികളുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ കുറിച്ചാണ് എന്നതാണ്. ഏകദേശം 3000 കോടി രൂപയുടെ ഓൺലൈൻ ബെറ്റിംഗ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് GST വെട്ടിപ്പാണ് DGGI അന്വേഷിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ബാങ്ക് അടിയന്തരമായി ബോർഡ് മീറ്റിംഗ് കൂടുകയും CFO കെറ്റൻ മെർച്ചന്റിനെ ബാങ്കിന്റെ ഇടക്കാല മേധാവിയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ നീക്കം. ഋഷി ഗുപ്തയുടെ അറസ്റ്റ് വാർത്ത പുറത്തു വന്നതോടെ ഷെയർ മാർക്കറ്റിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ വില ഏകദേശം 7% ഇടിഞ്ഞാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. അടുത്തിടെയാണ് ഫിനോ ബാങ്കിന് സ്മോൾ ഫിനാൻസ് ബാങ്കായി മാറാനുള്ള പ്രാഥമിക അനുമതി റിസർവ് ബാങ്കിൽ നിന്ന് ലഭിച്ചത്. ആ ഒരു നിർണായക ഘട്ടത്തിൽ CEO തന്നെ അറസ്റ്റിലായത് ബാങ്കിന് വലിയൊരു തിരിച്ചടിയാണ്. എങ്കിലും ബാങ്ക് അധികൃതരുമായി സഹകരിക്കുന്നുണ്ടെന്നും ഉപഭോക്താക്കളുടെ സേവനങ്ങളെ ഇത് ബാധിക്കില്ല എന്നും ബാങ്ക് മാനേജ്മെന്റ് ഉറപ്പു നൽകുന്നു. വെള്ളിയാഴ്ച ഓഹരി 7% ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫിനോ പേയ്മെന്റ് ബാങ്കിന്റെ ഓഹരി വില 193 എന്ന നിലവാരത്തിലെത്തിയത് നിക്ഷേപകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഓഹരി വിലയിൽ ഏകദേശം 7.7% മുതൽ 10% വരെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ചാർട്ടിലെ നിലവിലെ സൂചനകൾ പ്രകാരം ഓഹരി വില അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ തന്നെയാണ് തുടരുന്നത്. 180 to 182 രൂപ എന്ന നിലവാരത്തിൽ നിന്ന് ഓഹരി തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് തകരുകയാണെങ്കിൽ 165 to 170 വരെ താഴാം. റെസിസ്റ്റൻസ് 204 to 208 രൂപ നിലവാരത്തിലാണ്. ഓഹരി തിരിച്ചു കയറണമെങ്കിൽ ആദ്യം 208 രൂപ കടന്ന് മുകളിൽ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത പ്രധാന റെസിസ്റ്റൻസ് 215 to 220 മേഖലയിലാണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഏകദേശം 31 ഇത് ഓവർ സോൾഡ് മേഖലയ്ക്ക് അടുത്താണ്. അതായത് വിപണിയിൽ അമിതമായ വിറ്റഴിക്ക് നടന്നു കഴിഞ്ഞു. അതിനാൽ ഒരു ചെറിയ റാലി പ്രതീക്ഷിക്കാവുന്നതാണ്. മൂവിംഗ് ആവറേജസ് പരിശോധിക്കുകയാണെങ്കിൽ ഓഹരി വില ഇപ്പോൾ അതിന്റെ 5 day, 20 day, 50 day, 100 day, 200 day മൂവിംഗ് ആവറേജ് എന്നിവയ്ക്ക് താഴെയാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ട്രോങ് ബെയറിഷിന്റെ ഒരു സാധ്യതയാണ് നൽകുന്നത്. MACD സിഗ്നൽ ലൈന് താഴെ നിൽക്കുന്നത് വിപണിയിലെ പ്രതികൂല വികാരത്തെ അഥവാ നെഗറ്റീവ് സെന്റിമെന്റ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും CA അറസ്റ്റ് പോലുള്ള വാർത്തകൾ പെട്ടെന്നുള്ള ഇടിവിന് കാരണമാകാറുണ്ട്. ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ നടക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കോടതി വിധികളും അന്വേഷണ പുരോഗതിയും ഓഹരി വിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇനി പുതിയതായിട്ട് നിക്ഷേപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉടനെ വലിയ തുക നിക്ഷേപിക്കുന്നത് വളരെ റിസ്ക് ആണ്. വിപണി ഒന്ന് ശാന്തമാകുന്നത് വരെ കാത്തിരിക്കുക. ഹ്രസ്വകാല ട്രേഡിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 180 രൂപ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ചെറിയ റാലി ലക്ഷ്യം വെക്കാമെങ്കിലും വലിയ റിസ്ക് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഉചിതം.